മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. നടപടിയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയത് മതാധിഷ്ഠിതമായി അല്ലെന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വാദം. 37ഓളം മുസ്ലിം വിഭാഗങ്ങളെ കർണാടക സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടു. ശക്തമായ എതിർപ്പാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടപടിയിൽ അറിയിച്ചത്. പ്രശ്നം ദേശീയ തലത്തിൽ ചർച്ചയാകുകയും തെരഞ്ഞെടുപ്പ് വിഷയം പോലും ആകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. കർണാടകയിൽ സംവരണം മതാധിഷ്ഠിതമല്ലെന്ന ന്യായീകരണമാണ് അദ്ദേഹം നിരത്തുന്നത്. According to Article 15 and 16, those who are not got the opportunities and those who are backward, socially, educationally backward, such people are entitled for the reservation. That's the Constitution. There is no mention of Hindu or Muslim or Sikh or any. All citizens of the country are entitled for the reservation as per the Article 15 and 16. Isn't it? Huh? So, Mr. Narendra Modi ji is lying. In order to polarize the votes, he is making this statement. He is desperate. 5 ഘടകങ്ങളായി വിഭജിച്ച പിന്നാക്ക വിഭാഗ പട്ടികയാണ് കർണാടകയിൽ ഉള്ളത്. പട്ടിക 1-ൽ 17 മുസ്ലിം വിഭാഗങ്ങളും രണ്ടാം പട്ടികയായ 2ബിയിൽ 19 മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി. ദേശീയ തലത്തിൽ ഉൾപ്പെടെ വൻ എതിർപ്പാണ് നടപടി വിളിച്ചു വരുത്തിയത്. നാഷണൽ ഡെസ്ക്, ജനം.